ശ്രീ അനിൽ വിളയിൽ, ED അന്വേഷണം പുരോഗമിക്കുകയാണ്. നടൻ ജയറാം അല്പസമയം മുൻപ് കൊച്ചിയിലെ ED ഓഫീസിലെത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങ് എങ്ങനെ പ്രതികരിക്കും? ഇതിനകത്ത് ഈ സ്വർണ്ണക്കവർച്ചയോടൊപ്പം തന്നെ ധാരാളം കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രംഗത്തൊക്കെ തന്നെ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളാണ്. മോഷ്ടിക്കാനും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനും അയാൾക്ക് വളരെ സാമർഥ്യമുണ്ട് എന്നാണ് അയാളുടെ നാളിതുവരെയുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോടാനുകോടി രൂപയുടെ സ്പോൺസർഷിപ്പുകൾ പിടിച്ചു നൽകിയ വ്യക്തി, നേരിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത വ്യക്തി. പക്ഷെ നാളിതുവരെ ₹1 പോലും ഇൻകം ടാക്സ് അടയ്ക്കുകയോ ഇൻകം ടാക്സിലെ റിട്ടേൺ ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്റഗ്രിറ്റി നമുക്ക് മനസ്സിലാകും. അത്തരത്തിലുള്ള കളങ്കിത വ്യക്തിത്വങ്ങള് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോൾ ജയറാം EDയുടെ മുമ്പിൽ ഹാജരായത്. ഇത് ജയറാം മാത്രമല്ല, മറ്റ് പല പ്രമുഖരുടെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ അന്വേഷണം സഹായിക്കും. EDയുടെ അന്വേഷണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് ഈ കൊള്ളയാട്ട് മാത്രമല്ല, രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമം കൂടിയാണ് ഇതിന്റെ പിന്നിൽ നടന്നത്. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്ക് ED കടന്നിരിക്കുന്നത്. ഇത് വെറും കൊള്ളയല്ല, രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് കൂടി ഇതിനെ പരിഗണിക്കണം. അതാണ് ഞങ്ങളൊക്കെ എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറയുന്നത്. ഇത് കേന്ദ്ര ഏജൻസിയെ തന്നെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കണം. കാരണം സമാന്തരമായിട്ട് ED അന്വേഷിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇതിനൊരു സമാന്തരമായൊരു അന്വേഷണമല്ല, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ED അന്വേഷിക്കുന്നത്. ഇതിന്റെ ക്രിമിനൽ കുറ്റങ്ങളെ പറ്റി അന്വേഷിക്കണമെങ്കിൽ CBI പോലുള്ള ഒരു ഏജൻസി വേണം. ഇത് ശബരിമലയ്ക്കെതിരെയും രാഷ്ട്രത്തിനെതിരെയും നടന്ന കൊള്ളയാണ്. അതേപോലെ തന്നെ സനാതന ധർമ്മത്തിനെതിരെ നടന്നൊരു കൊള്ളയാണ്. അതുകൊണ്ട് കൃത്യമായൊരു അന്വേഷണം പഴുതടച്ച് ED ചെയ്താൽ ഇതിനകത്ത് പല കൊലക്കൊമ്പന്മാരും അകത്താകും എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇവരുടെയൊക്കെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിലെ മെമ്പർമാരുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ വരുമാനം ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. അവർക്ക് ഈ സ്ഥാപനങ്ങളിലൊക്കെ കയറുന്നതിന് മുമ്പുള്ള സ്വത്തും അതിനുശേഷം ശമ്പളത്തിൽ കൂടി കിട്ടിയ സ്വത്തും മാത്രമല്ല നിലവിൽ അവരുടെ സ്വത്തുക്കൾ, അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും. മുരാരി ബാബുവിന്റെ ഒക്കെ സ്വത്തുക്കളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയുള്ള കണക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഒരു ദേവസ്വത്തിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഇത്രമാത്രം സ്വത്ത് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അതുകൊണ്ട് എല്ലാ കള്ളന്മാരെയും ED കണ്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന കൂടി പുറത്തു കൊണ്ടുവരണം. അത് ജയറാമിൽ കൂടി കിട്ടാവുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുക തന്നെ വേണം. ജയറാം കുറ്റക്കാരനാണെങ്കിൽ ജയറാമിനെയും ശിക്ഷിക്കണം. ആരും മാറി നിൽക്കാൻ പാടില്ല. അയ്യപ്പനെ കബളിപ്പിച്ചത് മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും സിനിമാ നടനാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ വരണം. അവരെ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കാൻ ഇടയാവുന്ന സാഹചര്യം ഉണ്ടാകുകയും വരുന്നു. ശരി.